ഇസ്രായേൽ സേന ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് റെയ്ഡുകൾ നടത്തുകയാണ്. അതായത് ഈ ഒരു റെയ്ഡിൽ 6 പേരാണ് മരിച്ചു വീണത്. അതുപോലെ 35 പേർക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഗസയിലുണ്ടായിട്ടുള്ള ആ ഒരു തോൽവിക്ക് ശേഷമാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ഇത്ര വലിയ രീതിയിലൊരു റെയ്ഡ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് വെസ്റ്റ് ബാങ്കിലാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള വെസ്റ്റ് ബാങ്കിലാണ് ഇപ്പോൾ ഒരു റെയ്ഡുമായിട്ട് ഇസ്രായേലി സേന മുമ്പോട്ട് പോകുന്നത്. അതായത് ഈ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള വെസ്റ്റ് ബാങ്കിൽ ഹമാസിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലി സേന ഈ ഒരു പ്രദേശത്ത് റെയ്ഡ് നടത്തുന്നത്. ആദ്യം ഒരു കാറിൽ അത് എയർ സ്ട്രൈക്കിലൂടെ അത് നശിപ്പിച്ചതിന് ശേഷം, അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ഇസ്രായേലി സേന ഈ വെസ്റ്റ് ബാങ്കിലേക്ക് ഇരച്ചു കയറുന്നത്. അതുപോലെ തന്നെ 64 പേരെയാണ് ഈ ഒരു വെസ്റ്റ് ബാങ്കിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇസ്രായേലി സേന കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെയാണ് ഇസ്രായേലി സേന അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റെയ്ഡിന് ഇസ്രായേലി സേന നൽകിയിരിക്കുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ അയൺ വാൾ എന്നാണ്. അതായത് ഇത്തരം റെയ്ഡുകൾ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിലുള്ള സംഘർഷാവസ്ഥ വർദ്ധിപ്പിക്കാൻ മാത്രമേ കാരണമാകുകയുള്ളൂ. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള 2 ദിവസം എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബാങ്ക് നിവാസികളെ സംബന്ധിച്ച് വളരെയധികം കഠിനമായിരുന്നു. വളരെയധികം റെസ്ട്രിക്ഷൻസ് ആണ് ഈ ഒരു വെസ്റ്റ് ബാങ്കിൽ ഈ ഒരു വെടിനിർത്തലിന് ശേഷം ഇസ്രായേലി സേന കൊണ്ടുവന്നത്. ഗേറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടും കോൺക്രീറ്റ് ബാരിയറുകൾ സ്ഥാപിച്ചുകൊണ്ടും ഇവരുടെ ജനജീവിതം, അതായത് ഈ വെസ്റ്റ് ബാങ്കിലുള്ള ജനങ്ങളുടെ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. അതായത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാം തന്നെ നിയന്ത്രിക്കുന്നൊരു അവസ്ഥയായിരുന്നു വെസ്റ്റ് ബാങ്കിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ അനുഭവമാണിത്. അതായത് അദ്ദേഹം കഴിക്കുന്നതിനായിട്ട് ബ്രെഡ് വാങ്ങാനായിട്ട് കടയിലേക്ക് പോകുന്ന വഴി ഇസ്രായേലി സേനയുടെ വെടികൊണ്ട് വീഴുകയും അദ്ദേഹം പിന്നീട് മരിക്കുകയുമാണ് ഉണ്ടായത്. അതായത് ഭക്ഷണത്തിനായിട്ട് പുറത്തിറങ്ങുമ്പോൾ പോലും ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതായത് സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തിയിട്ട് വേണം ഇത്തരം ജനങ്ങൾ പുറത്തേക്കിറങ്ങാൻ എന്നൊരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ ഒരു ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് കൂടെ നിന്ന് കരയുന്നത്. അതായത് ഒരു ഭാഗത്ത് യുദ്ധം ഒഴിവാകുമ്പോൾ മറുഭാഗത്ത് വളരെയധികം സംഘർഷം കൂടുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ട്രംപ് പ്രസിഡൻ്റായിട്ട് വരാൻ നേരത്ത് തീർച്ചയായിട്ടും ഈ ഒരു സംഘർഷാവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ക്യൂരിയസ് ആയിട്ട് നോക്കുന്നൊരു കാര്യം. എന്നാൽ ട്രംപ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് ഇന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നാളെ ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന രീതി വേറെന്തെങ്കിലുമൊക്കെ പറയും. അതായത് ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ വിശ്വസിച്ച്, അതായത് പലസ്തീനികൾക്കാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമെന്ന് കരുതാൻ കഴിയുകയില്ല. അതിനിടെ ജനുവരി 18 ടെൽ അവീവിൽ നടന്നൊരു ആക്രമണമുണ്ട്. ഈ ആക്രമണവും തീർച്ചയായിട്ടും ഈ ഒരു റെയ്ഡിലേക്ക് എത്തിച്ചേർന്നു എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രായേലിൻ്റെ തന്നെ മിലിറ്ററി ചീഫിനെ കുറിച്ചാണ്. അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. അതായത് ഹമാസിനെതിരെയുള്ള പരാജയമാണ് തൻ്റെ രാജിക്ക് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 2023 ഒക്ടോബർ 7 ഉണ്ടായ ആ ഒരു ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം അത് തടയാൻ സാധിച്ചില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അതായത് 2023 നടന്നൊരു കാര്യം അതിന് അപ്പോൾ തന്നെ രാജിവെക്കേണ്ടതിന് പകരം ഈ 2025 അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ആ 2023 ശേഷമുള്ള ഒരു വർഷം, ഏകദേശം 15 മാസത്തോളം വളരെയധികം ജീവനുകളാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം ഒരു അവസ്ഥ ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വാർത്തകൾ. തീർച്ചയായിട്ടും കഴിയുന്നത്രയും വാർത്തകൾ ഇനി ഉൾപ്പെടുത്താനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം. നമസ്കാരം.